മിസ്റ്റർ ജിപ്സിയുടെ ECT-MS Excel സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് ഒരു ഇത് കാര്യം 3-4 ഡാറ്റകൾ, അതായത് 3 കോളങ്ങളിലൊക്കെ ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചാർട്ട് വഴി പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതും അതേപോലെ തന്നെ ഒറ്റ കോളത്തിൽ മാത്രം ഡാറ്റ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്ന് കണ്ടു. അപ്പോൾ ഇനി ഇപ്രാവശ്യം ഇതിൽ കൂടുതൽ ഡാറ്റകൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് കാണുന്നത്. നമ്മൾ ഏതാണ് വേണ്ടിച്ച് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം നോക്കണം, നമ്മൾ ടോട്ടൽ അതേപോലെ തന്നെ ഹെഡിങ്സ് സെലക്ട് ചെയ്യാതെ ശ്രദ്ധിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡാറ്റേൻ്റെ ഉള്ളിൽ ഇതും കൂടി വരാനുള്ള സാധ്യത ഉണ്ട്. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വലിയൊരു നമ്പർ ആയിട്ട് ആയിരിക്കും ഇവിടെ കാണാം. ബാക്കി എല്ലാതും കണ്ടു കഴിഞ്ഞാൽ 7,800 മുതൽ 3,500 റേഞ്ചിലുള്ളത്. ടോട്ടൽ വരുന്ന സമയത്ത് 22,000 മുകളിൽ ടോട്ടൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്ന് പ്രശ്നം എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വലിയൊരു വാല്യൂ കാണിക്കും, ബാക്കിയെല്ലാം ചെറുതായിരിക്കും കാണിക്കുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത് മാത്രമാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇൻസേർട്ട് എന്നുള്ള ഈ ഓപ്ഷനിൽ പോവുക. ഇൻസേർട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കോളം എന്നുള്ള ചാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. കോളത്തിൽ പോവുക. എന്നിട്ട് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 2D കോളംസ് എന്ന് കാണാം. ഇവ 2 എണ്ണം ഉള്ള ടൈപ്പുള്ള സംഭവമാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ചാർട്ട് ഇവിടെ വരും. ഇപ്പോൾ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും മുംബൈ, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊച്ചിൻ, അഗർത്തല, കാശ്മീർ, ഗുജറാത്ത്, മ്യൂണിക്, ഭോപ്പാൽ. ഇതിൽ എന്താണ് എഴുതിയിട്ടുള്ളത് വെച്ചാൽ അതേ ലൈൻ ഓഫ് ഓർഡർ തന്നെ ആയിരിക്കും ഇവിടെ സംഭവങ്ങൾ വരുന്നത്. നമ്മളിവിടെ ഹെഡിങ്സ് കാര്യങ്ങൾ സെലക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ സീരീസ് 1, 2, 3 എന്ന് വരുന്നത്. ഈ സീരീസ് 1, 2, 3 എന്ന് പറയുന്നത് 2020, 21, 22 എന്നുള്ളതാണ് ഈ മൂന്നെണ്ണത്തിന് നമ്മൾ കാണിക്കുന്നത്. അതെല്ലാം നമുക്ക് മാറ്റാവുന്നതാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ചെറുതായിട്ടാണ് തോന്നുന്നെങ്കിൽ നമ്മളിവിടെ കോർണറിൽ വെച്ചിട്ടൊന്ന് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിന് വലുപ്പം നല്ല രീതിയിൽ നമുക്ക് വലുപ്പം ചെയ്തതായിട്ട് കാണാനും പറ്റും. ഇനിയിപ്പോൾ നമ്മളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിവിടെ മാറ്റത് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഡാറ്റ ഫോർമാറ്റ് ലെജൻഡ് എന്നുള്ള ഓപ്ഷൻസ് എല്ലാം കിട്ടും. നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെടുക്കാം. ലെജൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റൈറ്റ് ആണ് ഇവിടെ ഉള്ളത്. ടോപ്പിലോട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ടോപ്പിലോട്ട് മാറ്റാം. അതല്ല മറ്റേ ബോട്ടത്തിലോട്ടാണെങ്കിൽ ബോട്ടത്തിലോട്ട് മാറ്റാം, റൈറ്റിലോട്ടാണെങ്കിൽ റൈറ്റിൽ മാറ്റാം, ടോപ്പ് റൈറ്റ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. നമുക്ക് തൽക്കാലം മുകളിലോട്ട് ഞാൻ ഇതിവിടെ വെക്കുന്നത്. ഇത് തന്നെ ക്ലോസ് ചെയ്യാണ്. ഇനി നമുക്കിവിടെ ചേഞ്ച് ചെയ്യണം. സെലക്ട് ഡാറ്റ എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഓരോ ലെജൻഡ് എൻട്രീസ് കാണാൻ പറ്റും. ഇവിടെ എഡിറ്റ് എന്ന് കൊടുക്കുക. ആദ്യത്തെ നമ്മൾ പറഞ്ഞു 2020 ആണെന്ന് പറഞ്ഞാൽ 2020 എന്നിവിടെ കൊടുക്കുക. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. രണ്ടാമത്തെ സീരീസ് എന്നുള്ളടുത്ത് എഡിറ്റ് എന്ന് കൊടുക്കുക, 2021 എന്ന് കൊടുക്കുക. മൂന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് 2022 എന്നാണ് ഇവിടെ ഹെഡിങ്സ്. ഈ 3 ഹെഡിങ്സ് ഇപ്പം നമുക്ക് ഇവിടെ ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ 202, അതായത് നീല കളറിൽ 2020, മറ്റേത് യെല്ലോ കളറിൽ 2021, മറ്റേ ഗ്രേ കളറിലുള്ളത് 2022 എന്നുള്ളത് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റേഞ്ച് കണ്ടില്ല, 0 to 4,500 വരെ റേഞ്ച് ആണത്. കാരണം ഇവിടെ ഏറ്റവും ഹയസ്റ്റ് എനിക്ക് കാണുന്നത് 4,030 എന്തുകൊണ്ട് ഹയസ്റ്റ് വരുന്നത്, 4,033 വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു റേഞ്ചിലുള്ള സംഭവം നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫോം മോഡിൽ പോകണമെങ്കിൽ നമുക്ക് പല പല രീതികളിലുള്ള കളറും കാര്യങ്ങളും കാണാം. നമുക്കതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ നോക്കിക്കഴിഞ്ഞാൽ ചാർട്ടിന്റെ ലേഔട്ട്സ് കാണാം. എങ്ങനെയാണ് നമുക്ക് ചാർട്ട് വേണ്ടത് എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ റൈറ്റ് സൈഡിലോട്ട് പോയി. അതേപോലെ തന്നെ ഇവിടെ ചാർട്ടിന്റെ ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. നമുക്ക് എന്താണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ചാർട്ട് ടൈറ്റിൽ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇയർ വൈസ് ഡാറ്റ എന്നോ എങ്ങനെയെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് താഴത്തോട്ട് വരുന്നത് പല രീതികളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ മറ്റേ ആക്സസും കാര്യങ്ങളെല്ലാം പോയി. അങ്ങനെ പല പല മോഡലുകളുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോന്നിന്റെ നമ്പേഴ്സ് എത്രയാണ് ഡേറ്റ എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിലാണ് നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡാറ്റ ഇതിൽ വേണമെങ്കിൽ ആഡ് ഡാറ്റ ലേബൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നടുവിലെ മാത്രം ഞാൻ സെലക്ട് ചെയ്ത് അപ്പോൾ അതവിടെ വന്നു. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഓട്ടോമാറ്റിക്കലി ക്ലിക്ക് ആവും. ഡാറ്റ ലേബൽ കൊടുത്തു ഇവിടെ വരും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാതും ഒരു ഓവർലേ ആയിട്ട് വരുന്നത് കാണാം നമുക്കല്ലേ. നമുക്കത് എല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്ത് സൈഡിലോട്ട് മാറ്റാനുള്ള ഓപ്ഷൻ നമുക്ക് വരും. ഇതിപ്പോൾ മൂന്നാമത്തത് വേണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തത് ക്ലിക്ക് ചെയ്യുക, ആഡ് ഡാറ്റ ലേബൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതും നമുക്കിവിടെ വരും സംഭവം. നമ്മൾ എന്നിട്ട് അതെടുത്തിട്ട് പതുക്കെ ഡ്രാഗ് ചെയ്താൽ മതി. ആക്ച്വലി ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയാണ് വെക്കേണ്ടത് വെച്ചാൽ അതേപോലെ നമുക്ക് വെക്കാനൊക്കെ പറ്റും. ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ പല രീതികളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർമാറ്റ് ഡാറ്റ ലേബൽ കൊടുത്തു കഴിഞ്ഞാൽ
നമുക്കിത് എങ്ങനെയാണ് വേണ്ടത്. ഇപ്പൊ ചെന്നൈ ആണെങ്കിൽ ചെന്നൈ 2015 ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നായിട്ട് മാറ്റാം. സാധാരണ ഇത് വാല്യൂ മാത്രമായിട്ട് എടുക്കാൻ മതി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്ന് നമുക്ക് ലേബലിന്റെ പൊസിഷൻ ഒന്നായിട്ട് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതായി വരും, ഓവർലാപ്പായി വരും. അപ്പോൾ നമുക്ക് ഒരു സൈഡ് ക്ലിക്ക് ചെയ്തിട്ട് എവിടെ വേണമെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. സെന്റർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സെന്ററിൽ വരും. ഇൻസൈഡ് എൻഡിൽ കൊടുക്കാം, ഇൻസൈഡ് ബേസിൽ കൊടുക്കാം, ഔട്ട്സൈഡ് എൻഡിൽ കൊടുക്കാം. ഇതിപ്പോ ഞാൻ ഒന്ന് മാത്രം സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ മാത്രം. ബാക്കി എല്ലാതും കൂടി സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് നമുക്കത് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ വന്നിട്ട് നമ്മളിപ്പോ എല്ലാറ്റിനെയും സെലക്ട് ചെയ്യാണ്. നമ്മൾ വീണ്ടും സെലക്ട് ഫോർമാറ്റ് ഡാറ്റ സീരീസ്, ഫോർമാറ്റ് ഡാറ്റ ലെവലിലോട്ട് പോവുകയാണ്. ഇനി വന്നിട്ട് സെന്റർ എന്ന് കൊടുക്കുകയാണെങ്കിൽ എല്ലാറ്റിനെയും സെന്റർ ആയിട്ട് വന്നിട്ടുണ്ടാവും. കണ്ടില്ല? അപ്പോൾ എല്ലാം സെലക്ട് ചെയ്യണമെന്ന് മാത്രം, എല്ലാം സെലക്ട് ചെയ്ത് മാത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാതും വരും. ഓരോന്നാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഓരോന്ന് വരും. എന്നിട്ട് അത് ക്ലോസ് ചെയ്യുക. ഇനിയിപ്പോൾ ഇവിടെ ഇത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വരുന്നുണ്ട്. വീണ്ടും ഞാനത് സെലക്ട് ചെയ്യാണ്, ഫോർമാറ്റ് ഡാറ്റ ടാബിൽ എടുക്കുകയാണ്. എടുത്തു കഴിഞ്ഞിട്ട് അത് സെന്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വരും. അപ്പം ഞാനത് ഇൻസൈഡ് ബേസിലോട്ട് കൊടുക്കണം. അപ്പോൾ താഴത്തായി. ഇപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഓരോ വർഷത്തിൽ എത്ര കൗണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. ഇനി നമുക്ക് ഇതിന് മുകളിൽ വല്ല ഇതും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ലേഔട്ടിൽ പോയി കഴിഞ്ഞാൽ, ഫോർമാറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ കൊടുക്കാം, പല രീതികളിൽ നമുക്ക് ആ ഡാറ്റ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ പോകും. ഞാൻ ഇതിൽ വരുന്നു, ഇതിൽ എടുക്കുന്നു. ഇനി ഇതിൻ്റെ അടുത്തത് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വരുന്നു. ഞാൻ വല്ല ഇത് കളറിലോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റകൾ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ. സോ ഇതാണ് നമുക്കിതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, എഡിറ്റിംഗ് ചെയ്യാൻ, കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ നമുക്ക് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലാവും. മുംബൈയിൽ 2021 4030 ആയിരുന്നു. ഇവിടെ അടുത്ത വർഷത്തിലായപ്പോഴേക്കും 4033 ഇങ്ങനെ നമുക്കിത് ക്ലിയർ ആയിട്ട് നമുക്കിത് കിട്ടും. ഇതിനിപ്പോൾ ഡാറ്റ നമുക്ക് കുറച്ച് കൂടുതലാവുമ്പോഴാണ് ഇങ്ങനെ കൂടുതൽ വരുന്നത്. പിന്നെ മീറുറ്റ് സാധനം ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മീറുറ്റ് അവിടെ നിന്ന് മാറിപ്പോയി. അപ്പോൾ നമുക്ക് ഡാറ്റ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അങ്ങോട്ടോ മാറ്റാവുന്നതും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം കാണുവാനായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മിസ്റ്റർ ജിപ്സി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.